किती लोकांना इच्छा आहे सैतानावरती मला विजय पाहिजे. എത്ര പേർ ആഗ്രഹിക്കുന്നു പിശാചിന്റെ മേൽ എനിക്ക് ജയം വേണമെന്ന്? बरोबर आहे ना? ആമേൻ, സത്യമാണോ? प्रेज द लॉर्ड. विश्वासमध्ये आल्यानंतर 15 वर्ष झाले. വിശ്വാസത്തിൽ വന്നിട്ട് 15 വർഷമായി. अजून म्हणते आठवड्यात टिकून निघण्यासाठी तुम्ही माझ्यासाठी प्रार्थना करा. ആമേൻ. പിന്നെ പറയുന്നത് ഈ ആഴ്ച നിലനിൽക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. अनेक लोकांना स्वतःबद्दल कॉन्फिडन्स नाही. അനേകർക്ക് അവരെ കുറിച്ച് പോലും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. कशा वागते काही स्वतःला सुद्धा माहिती नाही. എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അവരവർക്ക് അറിയില്ല. काही लोकांना वाटतं खूप कमी शब्दाने बोलले तर मोठा नम्रता आहे. ചിലവരുടെ താഴ്ന്ന ശബ്ദത്തിൽ പറയുന്നതാണ് താഴ്മയെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. तुम्ही एकटा असताना तुमच्या स्वभाव काही आहे तो आहे आपण. ആമേൻ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്തായിരിക്കുമോ നമ്മുടെ സ്വഭാവം അതാണ് നമ്മൾ. तुमच्या जीवनामध्ये साक्ष नसले तर നിന്റെ ജീവിതത്തിൽ സാക്ഷ്യമില്ലായെങ്കിൽ सैतान तुम्हाला फुटबॉल सारखे खेळणार. ആമേൻ. ഫുട്ബോൾ പോലെ പിശാച് നിന്നെ येशूच्या रक्तामध्ये काय आहे? ആമേൻ. യേശുവിന്റെ രക്തത്തിൽ विजय ജയമുണ്ട്. सैतानावर विजय मिळवण्यासाठी तिसरा मुद्दा काय आहे? ആമേൻ. പിശാചിനെ ജയം പ്രാപിക്കുവാൻ വേണ്ടി അടുത്ത മാർഗം എന്താണ്? 12 अध्याय 11 वचनामध्ये 2 शब्द तिथे लिहिलेला आहे. വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ 2 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് कोकरूचा रक्त. ആമേൻ. ഒന്ന് യേശുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം. आमेन. कोकरूचा रक्त आमेन आम्हाला सैतानापासून विजय देणारा आहे. ആമേൻ. കുഞ്ഞാടിന്റെ രക്തം പിശാചിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ്. आमेन. सैतानाच्या खूप मोठा इच्छा होते येशू ख्रिस्ताचा रक्त सांडला नाही पाहिजे. ആമേൻ. പിശാച് ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് യേശുവിന്റെ രക്തം ചൊരിയപ്പെടരുത് എന്നായിരുന്നു. जगामध्ये कुणाचा पण रक्त सांडले तर सैतानाला काही फरक पडत नाही. ആമേൻ. ഈ ഭൂമിയിലെ മറ്റാർ രക്തം ചൊരിയപ്പെട്ടാലും പിശാചിന് അതിൽ നിന്ന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. जगामध्ये आलेल्या सर्व लोकांच्या पेक्षा एकदम किमतीचा रक्त होते प्रभू येशू ख्रिस्ताचा रक्त. ആമേൻ. ഹല്ലേലൂയ. സർവ്വ ലോകത്തിലുള്ള ഹല്ലേലൂയ എല്ലാവരെക്കാളും ഏറ്റവും വിലയേറിയ രക്തമായിരുന്നു യേശുവിന്റെ രക്തം. कारण येशू ख्रिस्ताच्या रक्ताचं वैशिष्ट्य येशूच्या रक्तामध्ये पाप नव्हता. ആമേൻ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവന്റെ രക്തത്തിൽ പാപമില്ല. हालेलुया. आमेन. पाप नसणारा एकच रक्त हे जगामध्ये मनुष्यांचे असले तर तो प्रभू येशू ख्रिस्ताचा रक्त आहे. ആമേൻ. പാപമില്ലാത്ത രക്തം ഹല്ലേലൂയ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഉണ്ടായെങ്കിൽ അത് യേശുവിന്റേത് മാത്രമാണ്. म्हणून आम्ही सैतानाच्या इच्छा होते येशूचा रक्त सांडला नाही पाहिजे. कारण येशूच्या रक्त सांडले तर सैतानाच्या सगळ्या योजना नष्ट होणार. ആമേൻ. അതുകൊണ്ട് പിശാച് ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് യേശുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിയപ്പെടരുതെന്നായിരുന്നു. യേശുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടാൽ ഹല്ലേലൂയ പിശാചിന്റെ തലയെ തകർക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. पापापासून आमेन आमेन लोकांना मुक्त करण्यासाठी प्रभू येशूच्या रक्ताला ताकद आहे. तो सैतानाला चांगला जाणीव होते. ആമേൻ. യേശുവിന്റെ രക്തം മുഖാന്തരം പാപത്തിൽ നിന്ന് ജനത്തിന് വിടുതലുണ്ടാകുമെന്ന് പിശാചിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അത് ആഗ്രഹിച്ചത്. म्हणून सैतान येशूच्या रक्त सांडायला नाही पाहिजे हे सैतानाचा मोठा अजेंडा होता. ആമേൻ. അതുകൊണ്ട് യേശുവിന്റെ രക്തം ചൊരിയപ്പെടരുത് എന്ന് അവൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നു. पण सैतानाच्या सगळ्या योजना नष्ट करून प्रभू येशू ख्रिस्ताचे रक्त हे पृथ्वीमध्ये सांडले ആമേൻ. गेले. എന്നാൽ പിശാചിന്റെ എല്ലാ പദ്ധതിയെയും തകർത്തുകൊണ്ട് യേശുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിയപ്പെടുവാൻ येशूच्या रक्त पृथ्वीमध्ये सांडल्यामुळे देवाचे वचन सांगतो आम्हाला सैतानावरती येशूच्या रक्ताद्वारे विजय आहे. ആമേൻ. യേശുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടത് കൊണ്ട് അവന്റെ രക്തം മുഖാന്തരം നമുക്ക് പിശാചിന് മേൽ ജയം പ്രാപിപ്പാനിടയായി. हे रहस्य लोकांना कळू नाही म्हणून अजून सैतान लोकांच्या बुद्धी अंधळा करत आहे. ആമേൻ. ഈ സത്യം മനുഷ്യർക്ക് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നെയും മനുഷ്യരെ അന്ധകാരത്തിലേക്ക് പിശാച് നയിക്കുകയാണ്. कारण सैतानावर विजय मिळवण्याचा उपाय लोकांना समजले तर सैतान पराजय होणारे तो सैतानाला चांगला माहिती आहे. ആമേൻ. ഹല്ലേലൂയ. പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള വഴി മനുഷ്യർക്ക് മനസ്സിലായാൽ ഹല്ലേലൂയ പിശാച് പരാജയപ്പെട്ടു പോകും. म्हणून देवाच्या लेकरांनो सैतान ऐकू दे आम्हाला हे रहस्य माहित आहे म्हणून. ആമേൻ. അതുകൊണ്ട് പിശാച് കേൾക്കട്ടെ, അതിന്റെ രഹസ്യം നമുക്കറിയാമോ? येशू ख्रिस्ताच्या रक्ताद्वारे सैतानावर विजय आहे. ആമേൻ. യേശുവിന്റെ രക്തം മുഖാന്തരം പിശാചിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. येशूच्या रक्ताच्या शब्द ऐकणाऱ्या ठिकाणी सैतान थांबू शकत नाही. ആമേൻ. യേശുവിന്റെ രക്തത്തിന്റെ ശബ്ദം കേൾക്കുന്ന സ്ഥാനത്ത് പിശാചിന് നിൽപ്പാൻ കഴിയുകയില്ല. आम्ही सैतानाच्या कुठला पण योजना येशूच्या रक्ताचा आवाज ऐकणाऱ्या ठिकाणी आम्ही राहू शकत नाही. ആമേൻ. യേശുവിന്റെ രക്തത്തിന്റെ ശബ്ദം മുഴങ്ങുന്ന സ്ഥാനത്ത് പിശാചിന് യാതൊരു പദ്ധതിയും നടക്കുകയില്ല. प्रभू येशू ख्रिस्ताच्या रक्तामध्ये काही आहे? ആമേൻ. യേശുവിന്റെ രക്തത്തിൽ കൂടെ എന്തുണ്ട്? विजय आहे. ജയമുണ്ട്. हालेलुया. ആമേൻ. येशूच्या रक्तामध्ये काय आहे? ആമേൻ. യേശുവിന്റെ രക്തത്തിൽ വിജയ. എന്തുണ്ട്?
जयमुंड आम्ही सगळे आपल्या तोंडातून बोलत जाऊया येशूच्या रक्तामध्ये जय. ആമേൻ എപ്പോഴും നമ്മൾ പറയണം യേശുവിന്റെ രക്തത്തിൽ काही ജയമുണ്ട് पराजयाच्या अवस्थेतून आपण चालत जाताना आपण म्हणायचे येशूच्या रक्तामध्ये जय आहे. ആമേൻ നമ്മൾ പരാജയത്തിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയണം യേശുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് काही ജയമുണ്ട് फेल्युअर काही पराजय समोर येताना आम्हाला वाटले तर आपण सांगायचे येशूच्या रक्तामध्ये पराजयाच्यावर मला विजय ആമേൻ आहे. എന്തെങ്കിലും പരാജയം നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമ്മൾ പറയണം യേശുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് ഇതിന് सैतान ജയമുണ്ട്. आपल्या समोर आणणारा सगळ्या तंत्रापासून येशूच्या रक्तामध्ये आम्हाला विजय आहे. പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രത്തിൽ നിന്നും യേശുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് ജയമുണ്ട്. देवाच्या वचनामध्ये आहे हा बेलच्या रक्तापेक्षा चांगला पैकी बोलणारा रक्त आहे प्रभू येशू ख्रिस्तूच्या रक्त. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് യേശുവിന്റെ രക്തം. त्यांच्या पुत्र येशू ख्रिस्तूच्या रक्त आम्हाला आमच्या सगळ्या पापातून शुद्ध करतो म्हणून देवाचे वचन सांगत യേശുവിന്റെ आहे. രക്തം നമ്മുടെ സകല പാപത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനം येशू പറയുന്നു. ख्रिस्तूच्या रक्ताद्वारे आम्हाला आम्ही नवीन जीवन आहे म्हणून देवाचे वचन सांगत യേശുവിന്റെ आहे. രക്തത്തിൽ കൂടെ നമുക്ക് പുതുജീവൻ ഉണ്ടെന്ന് തിരുവചനം പറയുന്നു. देवाच्या लेकरानं वधस्तंभावर सांडलेल्या रक्तामध्ये सैतानांच्यावरती विजय आहे. ആമേൻ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി നമുക്ക് പിശാചിന്മേൽ ജയം പ്രാപിപ്പാനിടയായി. दुसरा आम्ही येशूच्या रक्त फक्त बस का ആമേൻ. യേശുവിന്റെ രക്തം മാത്രം മതിയോ? तेवढा पुरणार नाही. ആമേൻ. അത് മാത്രം പോരാ. कुणी पण येशूच्या रक्त बोलून चालत नाही. അങ്ങനെ ആരെങ്കിലും യേശുവിന്റെ രക്തം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. हालेलुया ആമേൻ. आमेन. मंगळवारी सोमवारी पासून पापमय जीवनामध्ये जीवन जगून रविवारी येथे येऊन येशूच्या रक्त सांगितले तर चालेल का? ആമേൻ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പാപത്തിൽ ജീവിച്ചിട്ട് ഞായറാഴ്ച ഇവിടെ വന്ന് യേശുവിന്റെ രക്തം പറഞ്ഞാൽ മതിയോ? येशूच्या रक्त सांगून प्रभोजन घडले तर चालेल का? യേശുവിന്റെ രക്തം പറഞ്ഞ് തിരുവത്താഴം എടുത്താൽ മതിയോ? सगळ्या पूजाला जाऊन सगळ्या मूर्तीला नमस्कार करून सगळ्या नैवेद्य खाऊन रविवारी येथे येऊन येशूच्या रक्त म्हणले तर विजय मिळेल का? ഹല്ലേലൂയ. എല്ലാ വിഗ്രഹാരാധനയും ചെയ്ത് എല്ലാ വിഗ്രഹാർപ്പിതവും ഭക്ഷിച്ചിട്ട് ഞായറാഴ്ച ഇവിടെ വന്ന യേശുവിന്റെ രക്തം പറഞ്ഞാൽ പ്രയോജനമുണ്ടോ? सगळ्या चुकीच्या शब्द बोलून लोकांशी भांडून आम्ही वाईट वागून ही रविवारी इथं बसून येशूच्या रक्त बोलले तर बास का? बास का? ആമേൻ. കാണുന്നവരോടെല്ലാം വഴക്കുണ്ടാക്കി വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് ഞായറാഴ്ച ഇവിടെ വന്നിരുന്ന യേശുവിന്റെ രക്തം പറഞ്ഞാൽ മതിയോ? आम्ही वर्षातून एकदा चर्चमध्ये बसून चर्चमध्ये जाऊन रक्त बोलले तर बास का? ആമേൻ. ആണ്ടിലൊരിക്കലൊക്കെ ആലയത്തിൽ വന്ന് യേശുവിന്റെ രക്തം പറഞ്ഞാൽ അത് മതിയാകും. तो पुरणार नाही देवाच्या ആമേൻ. लेकरांनो. അത് പോരാ ദൈവജനം. देवा आम्ही त्या शब्दाचा दुसरा शब्द असा आहे. ആമേൻ. മറ്റൊരു ശബ്ദം ഇങ്ങനെയാണ്. 12वा अध्याय 11वा वचन अजून एकदा वाचा. त्याला त्यांनी कोकरेच्या रक्तामुळे हम्म. व आपल्या साक्षीच्या वचनामुळे दुसरा विषय आहे आमेन. एक कोकरूच्या रक्त आणि दुसरा काय पाहिजे? आपल्या साक्ष्याच्या वचन. ഹല്ലേലൂയ. മറ്റൊന്നാണ് നമ്മുടെ സാക്ഷ്യവചനം. Praise the Lord. ആമേൻ. सैतानावर विजय मिळविण्यासाठी 14 मुद्दा काय आहे? ആമേൻ. പിശാചിന്മേൽ ജയം പ്രാപിക്കാനുള്ള നാലാമത്തെ കാര്യം എന്താണ്? साक्षी. ആമേൻ. സാക്ഷ്യം. कुणाच्या साक्षी? ആരുടെ സാക്ഷ്യം? साक्षी म्हणले तर आम्हाला वाटते काय? ആമേൻ. സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? आम्हाला वाटते रविवारी उभा रेगून मागच्या आठवडे प्रभू माझ्यासाठी चांगला होते, या आठवडे माझ्या टिकून जगण्यासाठी तुम्ही सर्वजण माझ्यासाठी प्रार्थना करा. हे आहे साक्षी. ആമേൻ. നമുക്ക് സാക്ഷ്യം എന്ന് പറയാൻ ഇങ്ങനെ തോന്നും. ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച ദൈവം എന്നെ സൂക്ഷിച്ചു, ഈ ആഴ്ച നിലനിൽപ്പാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതാണ് സാക്ഷ്യം എന്ന് നമുക്ക് विश्वास തോന്നുന്നു. मध्ये आल्यानंतर 15 वर्ष झाले. വിശ്വാസത്തിൽ വന്നിട്ട് 15 വർഷമായി. अजून म्हणते आठवडे टिकून जगण्यासाठी तुम्ही माझ्यासाठी प्रार्थना करा. ആമേൻ. പിന്നെ പറയുന്നത് ഈ ആഴ്ച നിലനിൽക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി म्हणजे പ്രാർത്ഥിക്കണം. तुम्ही प्रार्थना नाही केली तर मला माझ्यावर विश्वास नाही, मी टिकून राहत नाही, मी कधी पण पडू शकतो. ആമേൻ. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ നിലനിൽക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. आमेन. म्हणून तुम्ही सर्वजण मला प्रार्थनेचा सपोर्ट देते राहा. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഒന്ന് താങ്ങിക്കണം. देवाच्या लेकरांनो एक धैर्य पाहिजे. कुणी तुमच्यासाठी नाही प्रार्थना केली तरी सुद्धा तुम्हाला एक कॉन्फिडन्स पाहिजे. आमेन. काही पण जीवनामध्ये आले तर मी पडणार नाही. ആമേൻ. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. എന്ത് പ്രതികൂലം വന്നാലും ഞാൻ വീഴുകയില്ല എന്ന്. Praise the Lord. ആമേൻ. आम्हाला एक खात्री असले तर प्रभू त्यांच्या पवित्रात्माद्वारे आम्हाला सपोर्ट परमेश्वर ആമേൻ. देतात. നമുക്കങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ദൈവം അവന്റെ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളെ താങ്ങും. म्हणजे हे नाहीये साक्षी. ആമേൻ. ഇതല്ല സാക്ഷ്യം. चांगला साक्षी असणं खूप महत्वाचं आहे. നല്ല സാക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു Praise the കാര്യമാണ്. Lord. ആമേൻ. आपल्याबद्दल दुसरा लोक चांगला साक्षी बोलला पाहिजे. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് സാക്ഷ്യം. आपण आपल्याबद्दल बोलणारा नाही साक्षी. നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നതല്ല സാക്ഷ്യം. आपण आपल्याबद्दल खूप मोठा बोलतात. നമ്മൾ നമ്മളെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. आमेन. खूप चांगला गोड बोलतात. നല്ല മധുരമായത് നമ്മളെ കുറിച്ച് പറയും. पण आपल्याबद्दल इतर लोक जो बोलतो तो
तो आगे आपला बदलचा साक्षी. ആമേൻ. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം. Praise the Lord. ആമേൻ. Hallelujah. ആമേൻ. लक्षात ठेवा आपला बदल इतर लोक काय बोलतात. ആമേൻ. നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താണ് പറയുന്നത്. आपला बदल आपला घरवाला काय बोलते. നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ കുറിച്ച് आपला എന്താണ് बदल आपला പറയുന്നത്. सासरा काय बोलते. നമ്മളെ കുറിച്ച് നമ്മുടെ അമ്മായിയപ്പൻ എന്താണ് सासू काय പറയുന്നത്. बोलते. അമ്മായിയമ്മ എന്താണ് പറയുന്നത്. आम्ही जावाय काय बोलते. ആമേൻ. അളിയൻ എന്താണ് പറയുന്നത്. आमेन सोदर. മരുമകൻ. आमेन सोदर. नातू काय बोलते. കൊച്ചുമക്കൾ എന്താണ് പറയുന്നത്. आमेन. लक्षात ठेवा आपला बदल आपला शेजारी काय बोलतात. ആമേൻ. നമ്മളെ കുറിച്ച് നമ്മുടെ അയൽപക്കക്കാർ എന്താണ് പറയുന്നത്. आम्ही हे आगे आपला बदलचा साक्षी. ഇതാണ് നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം. Praise the Lord. आमेन. हे साक्ष जीवनामध्ये नसले तर किती पण सैतानाला भू भू म्हणले तरी सुद्धा सैतान जात नाही. ആമേൻ. ഈ സാക്ഷ്യമില്ലെങ്കിൽ എത്ര പിശാചിനോട് പോകോ എന്ന് പറഞ്ഞാലും അത് പോകുകയില്ല. Praise the Lord. ആമേൻ. साक्षी नसले तर सैतान जात नाही. ആമേൻ. സാക്ഷ്യമില്ലെങ്കിൽ പിശാച് പോകത്തില്ല. तुम्ही सगळे शांत जा. ആമേൻ. സ്തോത്രം. Praise the Lord. ആമേൻ. साक्षी नसले तर कोण जात नाही. ആമേൻ. സാക്ഷ്യമില്ലെങ്കിൽ ആര് പോകത്തില്ല. सैतान जात नाही. പിശാച് പോകത്തില്ല. Praise the Lord. ആമേൻ. Hallelujah. Hallelujah. आपल्याला आपला बदल आम्ही एक कॉन्फिडन्स पाहिजे. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു കോൺഫിഡൻസ് വേണം. अनेक लोकांना स्वतः बदल कॉन्फिडन्स नाही. അനേകർക്ക് അവരെ കുറിച്ച് പോലും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. कशा वागते काही स्वतःला सुद्धा माहिती नाही. എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അവരവർക്ക് അറിയില്ല. देवाच्या लेकरांनो स्वतःला एक साक्षी असले तर प्रभू आम्हाला सहाय करणार. ആമേൻ. സ്വയമായ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. आपला बदल इतर लोक बोलणारा एक साक्षी पाहिजे. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം. आम्ही आपला बदल चर्च मध्ये एक साक्षी पाहिजे. നമ്മളെ കുറിച്ച് ചർച്ചിൽ ഒരു സാക്ഷ്യം വേണം. Praise the Lord. ആമേൻ. हालेलुया. Hallelujah. इतर लोक बोलला पाहिजे त्या भाऊ चांगला आहे त्याने भेटले तर जरा समाधान आहे. ആമേൻ. മറ്റുള്ളവർ പറയണ ആ സഹോദരൻ നല്ലൊരു സഹോദരനാണ്, അദ്ദേഹത്തെ കണ്ടാൽ ഒരു ആശ്വാസമാണ്. त्या बहिणीच्या हसणं बघितले तर आनंद वाटते. ആമേൻ. ആ സഹോദരിയുടെ ചിരി കണ്ടാൽ മതി സന്തോഷം തോന്നും. हालेलुया. ആമേൻ. आतून येणारा हसणं पाहिजे. ആമേൻ. ഉള്ളിൽ നിന്ന് വരുന്ന ആ സന്തോഷം आम्हाला सर्वांना आमेन आमेन दाखवायला असण्यासारखे हसायला येते. ആമേൻ. നമുക്ക് മറ്റുള്ളവരെ കാണിക്കുവാനൊക്കെ ചിരിക്കാൻ കഴിയും. नम्रता बोलण्यातून दाखवू शकतो. ആമേൻ. താഴ്മയൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാൻ काही പറ്റും. काही लोकांना वाटतं खूप कमी शब्दाने बोलले तर मोठा नम्रता आहे. ചിലർ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറയുന്നതാണ് താഴ്മയെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. Praise the Lord. आमेन. खूप शांततेने म्हणजे खूप छोटा आवाजाने इतरांना ऐकायला सुद्धा नाही पाहिजे असं बोलले तर खूप नम्रता आहे. ആമേൻ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പോലും കഴിയാത്തതുപോലെ പതുങ്ങിയ ശബ്ദത്തിൽ പറയുന്നതാണ് താഴ്മയെന്ന് ചിലർ ധരിച്ചിരിക്കുന്നത്. ती नम्रता नाहीये. അതല്ല താഴ്മ. ती नम्रताच्या डुप्लिकेट आहे. ആമേൻ. അത് താഴ്മയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. Praise the Lord. ആമേൻ. ती नम्रताच्या डुप्लिकेट आहे. ആമേൻ. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് താഴ്മയുടെ. ती तसं बोलणाऱ्या लोकांना खरं नम्रता नसल्यामुळे लोकांना काहीतरी दाखवावे म्हणून असं बोलतात. ആമേൻ. അങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് യഥാർത്ഥമായ ഒരു താഴ്മ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെയും ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് അവരെങ്ങനെ സംസാരിക്കുന്നത്. देवाच्या लेकर बाहेरून दिसणारा कुठल्या गोष्टीमध्ये प्रभू प्रसन्न होणार नाही. ആമേൻ. പുറമേയുള്ള യാതൊരു പ്രഹസനത്തിലും കർത്താവ് പ്രസാദിക്കയില്ല. आपलं अंधकरण पारखणारा एक परमेश्वर आहे. ആമേൻ. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. लक्ष ठेवा आम्हाला लोकांच्या समोर एक साक्षी पाहिजे. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം വേണം. Praise the Lord. ആമേൻ. अनेक लोकांना नाहीये. എന്നാൽ അനേകർക്ക് അതില്ല. स्वतःला बोलले तर खूप चांगला बोलणार. ആമേൻ. സ്വയം പറയുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ पण പറയും. इतर लोक आपल्याबद्दल चांगला बोलत नाही. എന്നാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയത്തില്ല. आम्ही तुम्ही एकटा असताना तुमच्या आम्ही स्वभाव काही आहे तो आहे आपण. ആമേൻ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്തായിരിക്കുമോ നമ്മുടെ സ്വഭാവം അതാണ് നമ്മൾ. आज सकाळी लक्ष ठेवा सैतानावर विजय मिळवायचे असले तर स्वतःबद्दल एक साक्ष आम्ही इतर लोक दिला पाहिजे. ആമേൻ. പിശാചിന്മേൽ ജയം പ്രാപിക്കണമെങ്കിൽ ഹാലേലൂയ സ്വന്തമായ ഒരു സാക്ഷ്യം മറ്റുള്ളവർ പറയണം. हालेलुया. ആമേൻ. आम्हाला माहित आहे सैतानाच्या समोर आम्ही प्रेषितांच्या कृत्यामध्ये काही लोक गेला सैतान म्हणाला येशूच्या नावामध्ये निघून जा सैतान. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും ചിലർ പിശാചിന് മുമ്പിൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ तेव्हा सैतान म्हणाला येशू आम्हाला ओळखतो आम्ही पौलोस आम्हाला ओळखतो सगळे लोक आम्हाला ओळखतो पण तू कोण आहे. ആമേൻ. എന്നാൽ പിശാച് ചോദിക്കുന്നത് യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്കറിയാം, എന്നാൽ നീ ആരാ? Praise the Lord. आमेन. शेवट त्या सैतानाला गालवाला गेलेला लोक बिना कपडा तिथून पडून गेले म्हणून बायबल मध्ये लिहिलं. ആമേൻ. അല്ലെ പിശാചിനെ ഓടിക്കുവാൻ ചെന്നവർ സ്വന്തം വസ്ത്രം പോലും ഇല്ലാതെ അവിടെ ഓടിപ്പോയെന്നാണ് കാണുന്നത്. त्याचे कारण काय आहे. ആമേൻ. ഇതിന്റെ കാരണം എന്താണ്? येशूच्या नाव वगैरे चांगला बोलतात യേശുവിന്റെ പേരൊക്കെ പറയും. पण सैतानावर विजय मिळवण्यासाठी स्वतःच्या जीवनामध्ये साक्ष नाही. ആമേൻ. എന്നാൽ പിശാചിന്മേൽ ജയം പ്രാപിക്കത്തക്കവണ്ണം സ്വയമായ ഒരു സാക്ഷ്യമില്ല. तुमच्या जीवनामध्ये साक्ष नसले तर നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ സാക്ഷ്യമില്ലായെങ്കിൽ सैतान तुम्हाला फुटबॉल सारखं खेळणार. ആമേൻ ഫുട്ബോൾ പോലെ പിശാച് നിന്നെ തട്ടും. Praise the Lord. ആമേൻ. त्याच्यानंतर चर्चमध्ये येऊन प्रार्थना करा म्हणून उपयोग नाही. ആമേൻ. ഇതിനുശേഷം ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു वैयक्तिक जीवनामध्ये साक्ष पाहिजे. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ സാക്ഷ്യം വേണം. इतर लोक आम्हाला बघून चांगला साक्ष म्हणायला पाहिजे. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ आज പറയണം. तुमच्याद्वारे येशूचं नाव खराब होते का येशूच्या नावाचा महिमा होते. ആമേൻ. ഈ മുഖാന്തരം യേശുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നുവോ അതോ നിന്റെ നാമം मागच्या आठवड्यात तुमच्या वागण्यामुळे सैतान हसले का सैतान रडले. ആമേൻ. അനക്ക് കഴിഞ്ഞ ആഴ്ച നിന്റെ പ്രവർത്തനം മുഖാന്തരം പിശാച് ലജ്ജിച്ചോ അതോ അവൻ സന്തോഷിച്ചോ? आमेन. सो लक्ष ठेवा स्वतःबद्दल आम्ही इतर लोक बोलणारा एक साक्षी पाहिजे. ആമേൻ. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഒരു സാക്ഷ്യം വേണം. आम्ही आपल्याबद्दल एक चांगला साक्षी असले तर നമ്മളെ കുറിച്ച് നല്ലൊരു സാക്ഷ്യമുണ്ട്. सैतान घाबरणारा आहे. പിശാച് ഭയക്കും. सैतान हरणारा आहे. പിശാച് തോൽക്കും. प्रेज द लॉर्ड. ആമേൻ. आज दोन मुद्दा मी तुम्हाला सांगेन. ആമേൻ. മൂന്ന് കാര്യം നിങ്ങളോട് ഞാൻ പറയും. किती लोकांना इच्छा आहे सैतानावरती मला विजय पाहिजे. എത്ര പേർ ആഗ്രഹിക്കുന്നു പിശാചിന്റെ മേലെ എനിക്ക് ജയം വേണമെന്ന്? खरोखर आहे ना? ആമേൻ. സത്യമാണോ? प्रेज द लॉर्ड. ഹല്ലേലൂയ. सैतानावर विजय पाहिजे असले तर പിശാചിന്മേൽ ജയം വേണമെങ്കിൽ आमेन. काय काय पाहिजे? എന്തൊക്കെ വേണം? पगलांद ആദ്യത്തെ കാര്യം मी सांगावं लागते आता. मागच्या आठवड्यापासून सुरू करा. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയങ്ങൾ देवाच्या ദൈവവചനം त्या लक्षात सुद्धा नाही. मग तुम्ही कशा विजयी मिळवणार आहे? ആമേൻ. देवाच्या अधीन. पास्टर सुरू करा, बाकी आम्ही बोलतो. दुसऱ्यांद രണ്ടാമത്തെ हे ऐकलं नाही? हे ഹല്ലേലൂയ. तिसऱ्यांद चौथा विजय पण मिळवली. ആമേൻ. സ്തോത്രം. पगलांद काय आहे? ദൈവവചനത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. देवाच्या अधीन जगा. दुसऱ्यांद ദേവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. देवा चालविणाऱ्यांच्या अधीन जगा. तिसऱ्यांद येशू ख्रिस्तूच्या. आता बोललेला सुद्धा विसरले का? तुमच्यासाठी महत्वाचे उपवास धरून प्रार्थना करायला पाहिजे. हे विसरून नयेचा स्वभाव. तिसऱ्यांद काय आहे? येशूच्या रॅपर्यंत भाषा सांगा तर आम्ही सांगतो. येशूच्या रक्तामध्ये काय आहे? विजय आहे. विजय आहे. तिसऱ्यांद काय आहे? कोणी सांगायला पाहिजे? मी उभा राहून माझ्याबद्दल साक्षी. आम्ही नाही, इतर लोकांबद्दल ആമേൻ. സ്തോത്രം. साक्ष सांगायला पाहिजे. ആമേൻ. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സാക്ഷ്യം. हे चार गोष्टी जीवनामध्ये असले तर ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ सैतानावरती आम्हाला विजय आहे. പിശാചിന്മേൽ നമുക്ക് ജയം